നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ പുതിയ SCERT പുസ്തക മൂന്നാമത്തെ ചാപ്റ്റർ, നമ്മുടെ ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ശ്വസനവും വിസർജനവും എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഇതില് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ, വാതക വിനിമയം, കോശ ശ്വസനം ജീവികളിൽ ഏതൊക്കെ രീതികളിൽ നടക്കുന്നു, യൂറിയ നിർമ്മാണം, മൂത്ര രൂപീകരണം, സസ്യങ്ങളിലെ വിസർജനം, ഹീമോഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ, സമസ്ഥിതി പാലനം എന്നിവയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്താണ് ശ്വസനം എന്ന് വെച്ചാല്, ജീവികളിലെ ശ്വസന പ്രക്രിയയെ ലളിതമായി വിശദീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞനാണ് 18ാം നൂറ്റാണ്ടിലെ ആന്റോയിൻ ലാവോസിയർ. 1743 മുതൽ 1794 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയയാണെന്ന് അദ്ദേഹം അനുമാനിച്ചു. ഇത് തെളിയിക്കാനായി ഒരു ചെറിയ ബക്കറ്റിൽ ഗിനിപ്പന്നിയെ വെച്ചു. ഇതിനെ ഐസ് നിറച്ച് മറ്റൊരു ബക്കറ്റിൽ ഇറക്കി വെച്ച് ഗിനിപ്പന്നിയെ വലകൊണ്ട് മൂടി പുറമേ നിന്നുള്ള ചൂടുകൊണ്ട് ഐസ് ഉരുകാതിരിക്കാൻ ആവശ്യമായ ഇൻസുലേഷനും മുൻകരുതലും എടുത്തിരുന്നു. എന്നാൽ ഐസ് ഉരുകി. ഗിനിപ്പന്നിയുടെ ശരീരത്തിലെ ചൂടേറ്റതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതല്ലേ? അപ്പോ ലാവോസിയർ ഈ എക്സ്പെരിമെന്റിൽ കൂടെ എന്ത് തെളിയിച്ചു? ജീവികളുടെ ശരീരത്തിൽ നിന്ന് ചൂട് ഉത്ഭവിക്കുന്നുണ്ടെന്ന് തെളിയിച്ചു. അപ്പോൾ ജീവിയുടെ ശരീരത്തിൽ നിന്ന് 80 കിലോ കലോറി ഊർജം ഇതിനായി ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. ഈ ഊർജം ലഭിച്ചത് ഏത് പ്രോസസ്സാണ്? എന്ത് പ്രക്രിയയാണ്? ശ്വസനമാണ്. അപ്പോൾ ഒരു തടി കഷ്ണം കത്തുമ്പോൾ ഓക്സിജൻ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡും താപോർജവും ഉണ്ടാവുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും ഇതുപോലെ സംഭവിക്കുന്നു. താപം, ഊർജവും പുറത്തു വരുന്നു. 18ാം നൂറ്റാണ്ടിലെ ആന്റോയിൻ ലാവോസിയർ നടത്തിയ ഒരു പരീക്ഷണത്തിന്റെ വിവരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പൊ ശ്വസനത്തിലും ജ്വലനത്തിലും ഓക്സിജന്റെ പങ്ക് എന്താണ്? ശ്വസനത്തില് ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ കാർബൺ ഡയോക്സൈഡ് ഒരു ഉപ ഉൽപ്പന്നമായിട്ടാണ് പുറത്തുവിടുന്നത്. പിന്നെന്താണ്? ജ്വലനത്തിൽ എന്താണ്? ഓക്സിജൻ ഒരു വസ്തുവിനെ കത്തിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത് താപവും കാർബൺ ഡയോക്സൈഡുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടെന്നും കാർബൺ ഡയോക്സൈഡ് രൂപപ്പെടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവയുടെ വിനിമയത്തിന് അനുയോജ്യമായ ഒരു ശ്വസന പ്രതലവും അനുബന്ധ സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ്. മനുഷ്യനിൽ ഊർജ ഉൽപാദനത്തിന് ആവശ്യമായ അത്രയും ഓക്സിജൻ കോശങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വളരെ വലിയ ഒരു ശ്വസന പ്രതലം ആവശ്യമാണ്. അപ്പോ മനുഷ്യനിലെ ശ്വസന പ്രതലം ഏതാണ്? നമ്മുടെ ശ്വാസകോശത്തിലെ ആൽവിയോളൈ അല്ലെങ്കിൽ വായു അറകളാണ് അല്ലെ? ശ്വസന അറകളാണ്. അപ്പോൾ ഈ ശ്വസന പ്രതലം ശരീരത്തിൽ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഈ ആൽവിയോളൈക്ക് വളരെ വലിയ ഉപരിതല വിസ്തീർണമുണ്ട്. ഇത് വാതക കൈമാറ്റത്തിന് ആവശ്യമായ അത്ര ഓക്സിജൻ വലിച്ചെടുക്കാനാണ് സഹായിക്കുന്നത്. ആൽവിയോളയ്ക്ക് ചുറ്റും രക്തക്കുഴലുകളുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. ഇത് ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാനും കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളാനും സഹായിക്കുന്നു. ആൽവിയോളയുടെ ഭിത്തി വളരെ നേർത്തതാണ്. ഇത് വാതകങ്ങളുടെ കൈമാറ്റം എളുപ്പമാക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മുടെ ഒരു ചാർട്ട് ഇങ്ങനെ തന്നേക്കുവാണ്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥയുടെ ഒരു ചിത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ ഏതൊക്കെ ഭാഗമാണ്? നമ്മുടെ മൂക്കിൽ നിന്ന് തുടങ്ങും അല്ലെ? മൂക്കിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോവാണ്? ലാരിങ്സ് വഴി നമ്മുടെ വിൻഡ് പൈപ്പ്, പിന്നെ എങ്ങോട്ടാണ്? ശ്വസനിക, ബ്രോഞ്ചിയോള്, പിന്നെ ശ്വസനിക അല്ലെ? ഈ ശ്വസനിയുടെ ശാഖയാണ് നമ്മുടെ വിൻഡ് പൈപ്പിന്റെ ശാഖയാണ് ബ്രോൺക്യോൾസ്. അത് ആൽവിയോളസിലേക്കാണ് തുറക്കുന്നത്. പിന്നെന്താണ്? പ്ലൂറയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? പ്ലൂറ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഒരു മെംബ്രെയിനാണ്, സ്ഥലമാണ് കേട്ടോ, പ്ലൂറ. പിന്നെന്താണ്? ഡയഫ്രം ഉണ്ടല്ലേ? ഡയഫ്രം നമ്മുടെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി. അതായത് നമ്മുടെ തൊറാക്കിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയും കൂടെ വേർതിരിക്കുന്ന ഒരു മസിലാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത്. ഒരു പേശി നിർമ്മിത ഭിത്തിയാണ്. നമ്മുടെ ശ്വസനത്തിലൊക്കെ വളരെയധികം സഹായിക്കുന്ന
ഒരു മസിലാണ് ഈ ഡയഫ്രം. ഓക്കെ. പിന്നെ ആൽവിയോളസ്. ആൽവിയോളസ് എന്താണ്? ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്തര അറകളാണ് ആൽവിയോളസ്. ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികകൾ ക്യാപ്പില്ലറീസ് കാണപ്പെടുന്നു. 2 ശ്വാസകോശങ്ങളിലുമായി ഏകദേശം 70 കോടി ആൽവിയോളസുകളുണ്ട്. ആൽവിയോളസുകളുടെ പ്രതല വിസ്തീർണം ഏകദേശം 70 മീറ്റർ സ്ക്വയർ ആണ്. ഇവ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം അഥവാ ഗ്യാസ് എക്സ്ചേഞ്ച് കാര്യക്ഷമമാക്കുന്നു. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലായി അല്ലെ? അന്തരീക്ഷവായു നാസാരന്ധ്രത്തിലൂടെ പ്രവേശിച്ച്, അതായത് നോസ്ട്രിലിൽ കൂടെ, മൂക്കിൽ കൂടി പ്രവേശിച്ച് ആൽവിയോളസിൽ എത്തുന്നത് വരെയുള്ള പാത ആണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോ നമ്മൾ കായിക വിനോദത്തിലും വ്യായാമങ്ങളിലും ഏർപ്പെടാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ വെന്റിലേഷൻ, ശ്വാസോച്ഛ്വാസത്തില് മാറ്റം വരുന്നുണ്ടോ? ഉണ്ടല്ലേ? നമ്മൾ കൂടുതലായിട്ട് ശ്വാസം എടുക്കാൻ നോക്കും അല്ലെ? കൂടുതൽ ഓക്സിജൻ ശരീരത്തിലേക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ ശ്വാസം എടുക്കുന്നതിന്റെ റേറ്റ് അങ്ങ് കൂടും അല്ലെ? അപ്പോ ഇവിടെ ഒരു പ്രവർത്തനം ഇങ്ങനെ തന്നേക്കുവാണ്, അത് നമുക്ക് നോക്കണ്ട. പിന്നെ അപ്പൊ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിന്റെ സഞ്ചാരമാണ് എന്ത്? ഈ വെന്റിലേഷൻ എന്ന് പറയുന്നത്. വെന്റിലേഷനിലെ പല ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഇൻസ്പിറേഷനും എക്സ്പിറേഷനും, അതായത് ഉച്ഛ്വാസവും നിശ്വാസവും. ഉച്ഛ്വാസം എന്താണ്? അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് കടക്കുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസം. നിശ്വാസമോ? നമ്മുടെ ശ്വാസകോശത്തിലെ വായു അന്തരീക്ഷത്തിലേക്ക് നമ്മള് പുറന്തള്ളുന്ന പ്രക്രിയയാണ് നിശ്വാസം. അപ്പോ നമുക്ക് നമ്മുടെ ഈ റിബ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ റിബ്സിലെ ഇടയില് കുറച്ച് പേശികളുണ്ട്. ആ പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ എല്ലിൻകൂടിന്റെ ഇടയില്. അപ്പോ ഈ ഇന്റർകോസ്റ്റൽ പേശികള് നമ്മുടെ റിബ്സിന്റെ ചലനത്തിന് സഹായിക്കുന്നുണ്ട്. അതായത് ഇത് സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വായിൽ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഡയഫ്രവും നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡയഫ്രം ഡോം ഷേപ്പ്ഡ് ആണ്. അതായത് ഈ താജ്മഹലിന്റെ ഒക്കെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലാണ് ശരിക്കും ഇരിക്കുന്നത്. വളഞ്ഞിങ്ങനെ ഇരിക്കുവാണ് ചെയ്യുന്നത്. അത് പക്ഷെ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് താഴേക്ക് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി, അതായത് നമ്മുടെ എന്താണ് പറയുന്നത്, ഉദരാശയത്തിന്റെ ഭാഗത്തോട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ഏരിയ ആവും നമ്മുടെ ശ്വാസം എടുക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഉച്ഛ്വാസം, ഇന്റർകോസ്റ്റൽ പേശികളുടെ പ്രവർത്തനം, ഉച്ഛ്വാസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സങ്കോചിക്കുകയാണ്. വാരിയെല്ലിന്റെ ചലനമോ ഉയരുകയാണ് ചെയ്യുന്നത്. ഡയഫ്രത്തിന് എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? സങ്കോചിക്കുന്നു. പിന്നെന്താണ്? ഔരസാശയ വ്യാപ്തം കൂടുന്നു. നമ്മുടെ ലങ്സിന്റെ ഭാഗം, ആ ഒരു വോളിയം കൂടുന്നു. അപ്പൊ കൂടുതൽ വായു കയറും അല്ലെ? ശ്വാസകോശത്തിലെ വായുമർദ്ദം എന്ത് സംഭവിക്കും? അപ്പൊ കുറയും. ഏരിയ കൂടുമ്പോൾ വായുവിന്റെ സഞ്ചാരം അകത്തോട്ടുള്ള സഞ്ചാരം കൂടുകയും ചെയ്യുന്നു. ഇതെല്ലാം ഉച്ഛ്വാസത്തിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്തത് എന്താണ്? നിശ്വാസമാണ്. നിശ്വാസം എന്ന് പറയുമ്പോൾ ഇന്റർകോസ്റ്റൽ പേശികളുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. വാരിയെല്ലുകളുടെ ചലനം എന്ത് സംഭവിക്കും? നിശ്വാസം ചെയ്യുമ്പോൾ താഴുന്നു. ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഔരസാശയ വ്യാപ്തവും അത് കുറയുന്നു. പിന്നെന്താണ്? ശ്വാസകോശത്തിലെ വായുമർദ്ദവും കൂടും. അപ്പൊ എന്താണ്? വായുവിന്റെ സഞ്ചാരം പുറത്തേക്ക്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ ഡിഫ്യൂഷന്റെ ഒക്കെ കാര്യം. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതേ കണക്ക് തന്നെ ഇവിടെയും സംഭവിക്കുന്നത്. അപ്പം കണ്ടോ, ഔരസാശയത്തിന്റെ വ്യാപ്തം കുറയുമ്പോൾ അവിടെ വായുവിന്റെ മർദ്ദം കൂടുന്നു. അപ്പോ എങ്ങോട്ടായിരിക്കും വായു പോകുന്നത്? പിന്നെ വെളിയിലേക്ക്, ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും കുറഞ്ഞ മർദ്ദം ഉള്ളിടത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വെന്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ആൽവിയോളസിൽ എത്തിയ വായുവിൽ നിന്നും
ഓക്സിജനെ രക്തത്തിലേക്കും രക്തത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളസിലേക്കും കൈമാറുന്നതാണ് നമ്മുടെ ശ്വസനത്തിന്റെ അടുത്ത ഘട്ടം. ഇതാണ് ആൽവിയോളാർ വാതക വിനിമയം അഥവാ ആൽവിയോളാർ ഗ്യാസ് എക്സ്ചേഞ്ച്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ആൽവിയോളസുകളും അവയെ പൊതിഞ്ഞിരിക്കുന്ന രക്തലോമികളിലെ രക്തവുമായാണ് വാതകവിനിമയം നടക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു വാതകവിനിമയത്തിന്റെ ചാർട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ആൽവിയോളസ് ആണ് ആ കാണിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ രക്തക്കുഴലില് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ ഉള്ളത് കാണിച്ചേക്കുക, ഓക്സിജൻ കുറവുമാണ്. അപ്പോ ഈ ഗാഢത കൂടിയിടത്ത് നിന്നും കുറഞ്ഞിടത്തോട്ട് നമ്മൾ പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പം രക്തക്കുഴലിൽ നിന്ന് ഈ ഗാഢത കൂടിയത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ആൽവിയോളസിലേക്ക് ഇറങ്ങുകയും ആൽവിയോളസിൽ എന്താണ് കൂടുതലായിട്ടുള്ളത്? ഓക്സിജൻ ആണ്. ആ ഓക്സിജന് നമ്മുടെ ഓക്സിജൻ ഇപ്പോ എവിടാണ് കുറവുള്ളത്? ആ രക്തക്കുഴലുകളിൽ അല്ലെ. അപ്പൊ ആ രക്തക്കുഴലിലേക്ക് എങ്ങനെ പോകും? ഡിഫ്യൂഷൻ വഴി പാസ് ചെയ്തു പോകും. അപ്പൊ അതാണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ആൽവിയോളസിന്റെ ഭിത്തി ഒറ്റനിര കോശങ്ങളാൽ നിർമ്മിതമാണ്. പിന്നെന്താണ്? ശ്വസനവാതകങ്ങള് ലയിക്കുന്നു, ഡിഫ്യൂഷൻ എളുപ്പമാക്കുന്നു. ഈർപ്പത്തിന്റെ പ്രസൻസ് കേട്ടോ, ഈർപ്പമുണ്ട്. ഓക്കെ. അപ്പോ ആൽവിയോളയുടെയും രക്തലോമികളുടെയും ഭിത്തിയുടെ സവിശേഷതകൾ എന്താണ്? ഒറ്റ നിര കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇത് വാതകങ്ങളുടെ ഡിഫ്യൂഷൻ എളുപ്പമാക്കുന്നു. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ആൽവിയോളയിലെ ഈർപ്പത്തിന്റെ പ്രാധാന്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈർപ്പം ശ്വസനവാതകങ്ങളെ അതിൽ ലയിപ്പിക്കുന്നു. ഇത് വാതകത്തിന്റെ ഡിഫ്യൂഷൻ കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. പിന്നെന്താണ്? വാതകങ്ങളുടെ ഭാഗിക മർദ്ദത്തിലെ വ്യത്യാസം. അപ്പോ ആൽവിയോളയിൽ ഓക്സിജന്റെ ഭാഗിക മർദ്ദം രക്തലോമികളിലെ രക്തത്തെക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ആൽവിയോളയിൽ നിന്ന് രക്തത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. രക്തലോമികളിൽ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മർദ്ദം ആൽവിയോളയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ നിന്ന് ആൽവിയോളയിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സർഫക്റ്റന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സർഫക്റ്റന്റ് അതും ഒരു ക്വസ്റ്റ്യൻ, സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോളസുകളെ സഹായിക്കുന്നത് അതിനുള്ളിലെ സർഫക്റ്റന്റ് എന്ന പദാർത്ഥങ്ങളാണ്. ഇവയുടെ അളവ് തീരെ കുറവായാൽ വെന്റിലേഷൻ ബുദ്ധിമുട്ടായിരിക്കും, ശ്വാസം എടുക്കാനൊക്കെ പാടായിരിക്കും. മാസം തികയാതെ ജനിക്കുന്ന ശിശുക്കളിലാണ് സാധാരണയായി ഈ അവസ്ഥ കണ്ടുവരുന്നത്. അത്തരം നവജാത ശിശുക്കൾ മരണപ്പെടാനും ഇടയുണ്ട്. അപ്പോ അടുത്തതായിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് ഇവിടെ കൊടുത്തേക്കുവാണ് കേട്ടോ. ഉച്ഛ്വാസ വായുവിലും നിശ്വാസ വായുവിലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ. അപ്പോ ഒരു ടെസ്റ്റ് ട്യൂബില് ഇങ്ങനെ ചുണ്ണാമ്പ് വെള്ളം നിറച്ചേക്കുവാണ്. അപ്പൊ എന്താണ് ഈ ചുണ്ണാമ്പ് വെള്ളത്തില് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് പോയാൽ അത് പാലിന്റെ നിറം പോലെയാവും അല്ലെ. അപ്പോ അതിന്റെ അർത്ഥം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ ഉച്ഛ്വാസ വായുവിൽ ഉള്ളതെന്നാണ് കേട്ടോ. അപ്പൊ പിന്നെന്താണ്? നമുക്ക് ആൽവിയോളാർ വാതക വിനിമയമാണ് നമുക്ക് നോക്കാനുള്ളത്. ആൽവിയോളാർ വാതക വിനിമയം. ഓക്കെ. അപ്പോ ആൽവിയോളാർ വാതക വിനിമയത്തില് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് രക്തത്തിലേക്കും പ്രവേശിക്കുന്നു. 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കുന്നു. 23% ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആവുന്നു. 70% RBCയിലെ ജലവുമായി സംയോജിച്ച് ബൈകാർബണേറ്റ് ആകുന്നു. ആൽവിയോളാർ രക്തലോമികളിൽ വെച്ച് കാർബാമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് CO2 പ്ലാസ്മയിൽ എത്തുന്നു. അടുത്തത് അപ്പോ ആൽവിയോളാർ വാതകവിനിമയത്തിലെത്തി. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത പ്ലാസ്മയിൽ കൂടുതലായതിനാൽ ആൽവിയോളസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. ആൽവിയോളസിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലായതിനാൽ ആൽവിയോളാർ രക്തലോമികയിലെ രക്തത്തിലേക്ക് O2 ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഭാഗം O2 ഓക്സിജൻ പ്ലാസ്മയിൽ ലയിക്കുന്നു. ബാക്കി ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു.
കോശത്തിന് അടുത്ത് വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് സ്വതന്ത്ര ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. രക്തത്തിൽ നിന്നും ഓക്സിജൻ ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് കോശങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ഇതാണ് നമ്മുടെ രക്തചംക്രമണത്തിൽ സംഭവിക്കുന്ന ഡബിൾ സർക്കുലേഷൻ സമയത്ത് കൂടെ സംഭവിക്കുന്നതാണിത്. അപ്പൊ കോശ ശ്വസനം, കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം. അപ്പോ കോശ ശ്വസനത്തിന്റെ ആദ്യ ഘട്ടം ഏതാണ്? ഫസ്റ്റ് സ്റ്റേജ് ഗ്ലൈക്കോളിസിസ് ആണ് കേട്ടോ. ഗ്ലൈക്കോളിസിസ് ഇത് കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്സിജന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണിത്. 2 ATP തന്മാത്രകളാണ് ഇവിടെ ലഭ്യമാവുന്നത്. കോശ ശ്വസനത്തിന്റെ അതായത് രണ്ടാം ഘട്ടമാണ് റെസ്പിറേഷന്റെ, സെല്ലുലാർ റെസ്പിറേഷന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് എന്ത്? ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്രെബ്സ് സൈക്കിൾ ഇത് മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഓക്സിജൻ ഇവിടെ ആവശ്യമാണ്. പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി മാറുന്നു കേട്ടോ. പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. ഇവിടെ എത്ര തന്മാത്ര ലഭിക്കും? 28 ATP തന്മാത്രകളാണ് ഇവിടെ ലഭിക്കുന്നത് ക്രെബ്സ് സൈക്കിളില്. ഗ്ലൈക്കോളിസിസിലോ 2 ATP തന്മാത്രകൾ മാത്രമേ ലഭ്യമാവുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ കോശ ശ്വസനം, സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന ഭാഗം ഏതാണ്? ഗ്ലൈക്കോളിസിസ് നടക്കുന്ന ഭാഗം ഏതാണ്? കോശദ്രവ്യമാണ് അല്ലെ, കോശദ്രവ്യം. അതേസമയം ക്രെബ്സ് സൈക്കിൾ എവിടെ നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിലുമാണ്. ഇനി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോളിസിസിലെ ഗ്ലൂക്കോസ് ആണ് അല്ലെ. അതേസമയം ക്രെബ്സ് സൈക്കിളിലോ പൈറൂവിക് ആസിഡ് ആണ്. ഉൽപ്പന്നങ്ങൾ, ഗ്ലൈക്കോളിസിസിലെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? പൈറൂവിക് ആസിഡും ATPയും ആണ്. അതേസമയം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ATPയും ആണ് ക്രെബ്സ് സൈക്കിളിലെ ഉൽപ്പന്നങ്ങളായിട്ട് വരുന്നത്. ഓക്സിജന്റെ ആവശ്യകത ഗ്ലൈക്കോളിസിസിൽ ഉണ്ടല്ലേ? സോറി, ഗ്ലൈക്കോളിസിസിൽ ഇല്ല. അതേസമയം ക്രെബ്സ് സൈക്കിളിൽ ഓക്സിജന്റെ ആവശ്യം ഉണ്ടല്ലേ? ഓക്കെ, അപ്പോ കോശ ശ്വസനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ATP തന്മാത്രകളാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ സ്രോതസ്. ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡും ഒരു പരിധിവരെ ജലവും ഉടൻ തന്നെ നിശ്വാസവായുവിലൂടെ പുറന്തള്ളുന്നു. ഇപ്രകാരം ശ്വസനവാതകങ്ങളുടെ സംവഹനവും കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയും ചേരുന്നതാണ് ശ്വസനം, റെസ്പിറേഷൻ. അപ്പോ നമ്മുടെ കോശ ശ്വസനത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളും ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി ഈ രാസപ്രവർത്തനം ഒന്ന് പൂരിപ്പിക്കാൻ നമുക്ക് ഇവിടെ തന്നേക്കുമാണ്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് എൻസൈം. എൻസൈമിന്റെ ആ ഒരു പ്രസൻസിൽ എന്തായിട്ടാണ് മാറുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും 30 ATPയും ആയിട്ടാണ് മാറുന്നത് കേട്ടോ. അപ്പോ ഹാൻസ് അഡോൾഫ് ക്രെബ്സ് എന്ന ജർമ്മൻ ബയോകെമിസ്റ്റ് ആണ് കോശ ശ്വസനത്തിലെ രണ്ടാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത്. അതിനാലാണ് ഈ ഘട്ടം ക്രെബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ഈ കണ്ടെത്തലിന് 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഫ്രിറ്റ്സ് ലിപ്മാനോടൊപ്പം അദ്ദേഹം പങ്കുവച്ചു കേട്ടോ. 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അടുത്തതായി നമുക്ക് ഹീമോഗ്ലോബിൻ എന്താണെന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ എന്താണ്? RBCയിലെ വർണ്ണകമാണ് അല്ലെ, ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് നമ്മുടെ രക്തത്തില്. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളുണ്ട്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നു. ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ 12 മുതൽ 16 ഗ്രാം വരെയും പുരുഷന്മാരിൽ 14 മുതൽ 18 ഗ്രാം വരെയും ആണ്. അപ്പോ അനീമിയ പ്രതിരോധിക്കാൻ
എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? രക്തക്കുറവാണല്ലേ അനീമിയ? അതെ സർ. ഓക്കെ. അപ്പോ നമ്മള് മുമ്പേ എവിടെ ആയിരുന്നു പറഞ്ഞു നിർത്തി? ഓക്കെ, നമ്മുടെ ഹീമോഗ്ലോബിന്റെ കാര്യം അല്ലേ? ശരി. അപ്പോ നമ്മുടെ ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡയോക്സൈഡ് തന്മാത്രകളെ സംവഹനം ചെയ്യുന്നു. ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ 12 മുതൽ 16 ഗ്രാം ഡെസിലിറ്റർ വരെയും പിന്നെന്താണ് പുരുഷന്മാരിൽ 14 മുതൽ 18 ഗ്രാം പെർ ഡെസിലിറ്റർ വരെയുമാണ്. ഇതിന്റെ അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതായത് വിളർച്ചയൊക്കെ വരുന്ന ഇതാണ്. സ്ത്രീകളിലൊക്കെയാണ് കൂടുതലും ഈ അസുഖം കാണുന്നത്. അപ്പോ എന്താണ് ഈ അനീമിയെ നമുക്ക് പ്രതിരോധിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഏതൊക്കെ സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? ഇലക്കറികൾ അല്ലെ, ധാരാളം ഇരുമ്പടങ്ങിയ ഇലക്കറികൾ, അതായത് ചീര അല്ലെ, മുരിങ്ങയില, അല്ലെങ്കിൽ മാംസം, മുട്ട, ഇതൊക്കെ ഇതിനകത്തെല്ലാം ഉണ്ട്. അപ്പൊ ഇരുമ്പടങ്ങിയ ആഹാരം. പിന്നെന്താണ്? ഇരുമ്പിന്റെ ആഗിരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങള്, പച്ചക്കറികള്, അതായത് ഓറഞ്ച്, നെല്ലിക്ക, പേരയ്ക്ക, ഇതിനകത്തെല്ലാം വൈറ്റമിൻ സി ആണ്, നിറയെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കഴിക്കാം. പിന്നെന്താണ്? ഈ കൃത്യമായ പരിശോധന അല്ലെ, ഗർഭിണികളും കുട്ടികളും ഒക്കെ ആണെങ്കിൽ ഈ വിളർച്ച ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് ആവശ്യമായ മരുന്നുകളൊക്കെ മേടിച്ച് കഴിക്കാം. ഓക്കെ. അപ്പോ ശ്വസനം മറ്റ് ജീവികളിൽ, ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളിലെ കോശ ശ്വസന പ്രക്രിയ മനുഷ്യരിലേതിന് സമാനമാണ്. എന്നാൽ വാതക വിനിമയം, സംവഹനം എന്നിവയിൽ വ്യത്യാസമുണ്ട്. വ്യത്യസ്ത ജീവികളിൽ ശ്വസന പ്രതലങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അമീബയിൽ അല്ലെ, അമീബയിലൊക്കെ എങ്ങനെയാണ് ശ്വസനം നടക്കുന്നത്? അതിന്റെ സർഫസിൽ കൂടെ തന്നെ അല്ലെ ശ്വസനം നടക്കുന്നത് അമീബയില്. അതായത് അമീബയില് വാതക വിനിമയം നടക്കുന്നത് അതിന്റെ കോശസ്തരം, സെൽ മെമ്പറൈൻ വഴിയാണ്. ഓക്സിജൻ കോശസ്തരം വഴി, അതായത് സെൽ മെമ്പറൈൻ വഴി ഡയറക്റ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും കാർബൺ ഡയോക്സൈഡ് ഡയറക്റ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഏത്? ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ, അതേ സംഭവം തന്നെ. അതേസമയം മണ്ണിരയിൽ എന്താണ്? മണ്ണിരയിൽ വാതക വിനിമയം നടക്കുന്നത് അതിന്റെ ത്വക്കാണ്, ഈ സ്കിന്നിൽ കൂടാണ് അല്ലെ. ഈർപ്പമുള്ള ചർമ്മത്തിലൂടെ ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ മത്സ്യങ്ങളിൽ ശ്വാസം എടുക്കുന്നത് അതിന്റെ ശകുലങ്ങൾ അല്ലെ, ഗിൽസ് വഴിയാണ്, ചെകിളപ്പൂ വഴിയാണ്. അപ്പോൾ വെള്ളത്തിൽ ലയിച്ച ഓക്സിജൻ ചെകിളപ്പൂക്കളിലൂടെ രക്തത്തിലേക്ക് എത്തുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതാണ് പല ജീവികളിലുള്ള ശ്വസനം. അപ്പോൾ സസ്യങ്ങളുടെ കോശ ശ്വസന പ്രക്രിയ മനുഷ്യനിലേതിന് സമാനമാണെന്ന് മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഇവയ്ക്ക് ശ്വസന വ്യവസ്ഥയോ വാതക സംവഹനത്തിനായി പ്രത്യേക അവയവങ്ങളോ ഇല്ല. എന്നാൽ ഇല, കാണ്ഡം, വേര് എന്നിവിടങ്ങളിൽ വാതക വിനിമയത്തിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അപ്പൊ എന്താണ് ആ സംവിധാനങ്ങള്? നമ്മൾ സ്റ്റൊമാറ്റയുടെ കാര്യം നേരത്തെ പഠിച്ചിരുന്നു അല്ലെ. ഇലയിലും ഇളം കാണ്ഡങ്ങളിലും ഉള്ള ചെറു സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ അല്ലെ. ഇതുവഴി വാതക വിനിമയം നടക്കുന്നുണ്ട്. ജലം അല്ലെ, വാട്ടർ വേപ്പറായിട്ടും ജലം അതിവിടെ കൂടെ പോകുന്നുണ്ട്. പിന്നെന്താണ്? കട്ടി കൂടിയ കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങളായ ലെന്റിസെല്ലുകൾ, ലെന്റിസെല്ല്, അവിടെ കൂടെയും ഈ വാതക വിനിമയം നടക്കാം. പിന്നെന്താണ്? മൺതരികൾക്കിടയിലുള്ള വായുവുമായി വാതക വിനിമയം നടത്തുന്ന വേരിലെ കോശങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മണ്ണിന്റെ ഇടയിലുള്ള വായുവുമായി സമ്പർക്കം നടത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റൊമാറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രിയിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന്റെ തോത്, ഫോട്ടോസിന്തസിന്റെ തോത് കൂടുതലായതിനാൽ ഉണ്ടാകുന്ന ഓക്സിജനെ ശ്വസനത്തായി ഉപയോഗിക്കുകയും അധികമുള്ള ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കുന്നു. രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ അടയുമ്പോൾ ഡിഫ്യൂഷനിലൂടെ ശ്വസനവാതകങ്ങളുടെ വിനിമയം നടക്കുന്നു. അതാണ് നമ്മുടെ ചെടികളിലൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ലാക്ടോബാസിലസ് ബാക്ടീരിയകളിലെ ശ്വസനം എങ്ങനെയാ നടക്കുന്നത് ഒന്ന് നോക്കിയട്ടെ. ഗ്ലൂക്കോസ് പൈറോയിക് ആസിഡ് ആയിട്ട് മാറുവാണ്. അതേസമയം 2 ATPയും കൂടെ അവിടെ ഉണ്ടാകുന്നുണ്ട്.
പൈറുവിക് ആസിഡ് പിന്നെ എന്തായിട്ട് മാറുകയാണ് അവിടെ? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുകയാണ്. അതേസമയം ഈസ്റ്റിൽ എന്താണ് നടക്കുന്നത്? ഈസ്റ്റിൽ 2 ATP ഉണ്ടാകുന്നുണ്ട്, അതേസമയം പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. അത് പിന്നീട് എന്തായിട്ട് മാറുവാണ്? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ടാണ് മാറുന്നത്. അപ്പോ ഈ പ്രക്രിയകളിൽ എന്താണ് നമ്മൾ കണ്ട ഒരു പ്രത്യേകത എന്താണ്? ഈ ബാക്ടീരിയയിലും ഈസ്റ്റിലും ഒക്കെ ഇപ്പൊ നടന്നേല് ഓക്സിജന്റെ ആവശ്യകത അല്ലേ? ഓക്സിജൻ വേണ്ട ഇവിടെ. അപ്പോ അൺഎയറോബിക് പ്രോസസ്സാണ് ഇവിടെ. അൺഎയറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. ലാക്ടോബാസിലസ് ബാക്ടീരിയയും ഈസ്റ്റും അൺഎയറോബിക് റെസ്പിറേഷൻ, ശ്വസനം നടത്തുന്ന ജീവികളാണ്. പിന്നെ ശ്വസന ഘട്ടങ്ങളിലെ സമാനതയും വ്യത്യാസവും. സമാനത എന്താണ്? 2 ATP ഉണ്ടാവുന്നുണ്ട് അല്ലേ? 2 ATP ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് വെച്ചേക്കുവാണ് ലാക്ടോബാസിലസിൽ. പക്ഷെ ഈസ്റ്റിലോ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറ്റുന്നു. പിന്നെന്താണ്? ATPകളുടെ എണ്ണം അത് തുല്യമാണ് അല്ലേ? പിന്നെ ബാക്ടീരിയയും ഈസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലാക്ടോബാസിലസ് ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈസ്റ്റ് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചാണ്. ഇത്തരം ശ്വസനത്തെ എയറോബിക് ശ്വസനം, എയറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ ചില ബാക്ടീരിയകൾ, ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയാണ്. ഇത്തരം ശ്വസനത്തെ അനൈറോബിക് ശ്വസനം അല്ലെങ്കിൽ അൺഎയറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലെ ചില സാഹചര്യങ്ങളാണ്, അൺഎയറോബിക് ശ്വസനം നടക്കുന്ന ചില സാഹചര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണ്? മാവ് പുളിപ്പിക്കാൻ ഈസ്റ്റ് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടാണ് ഈ മാവ് പുളിച്ചു പൊങ്ങുന്നത്. പിന്നെന്താണ്? തൈര് ഉണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നു. ഇനോക്കുലം എന്ന് പറയും നമ്മൾ ചേർക്കുന്ന തൈര്. എന്നിട്ട് അതിൽ നിന്ന് ബാക്ടീരിയ പെരുകി ഈ പാലിനെ തൈരാക്കി മാറ്റും അല്ലെ? ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റും. അപ്പൊ ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലായി. മെറ്റാബോളിക് പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. ഇവ ആന്തര സമസ്ഥിതിക്ക് ദോഷകരമായാൽ മാലിന്യം എന്ന നിലയിലേക്ക് മാറുന്നു. ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത്? വിസർജനം അഥവാ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. കോശ ശ്വസന ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ശരീരത്തിൽ നിന്ന് യഥാസമയം പുറന്തള്ളുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം അല്ലെ? നമ്മുടെ ശ്വാസകോശം വഴിയാണ്. എന്നാൽ പല ജീവൽ പ്രവർത്തനങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന പ്രവർത്തനം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, യൂറിയ സിന്തസിസ്. അപ്പോ അമോണിയ രൂപപ്പെടൽ എങ്ങനെയാണ്? അപ്പൊ പ്രോട്ടീൻ മെറ്റാബോളിസം കേട്ടോ, പ്രോട്ടീൻ മെറ്റാബോളിസം, അമോണിയ രൂപപ്പെടല്. അപ്പൊ പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ ഫലമായിട്ടാണ് ശരീരത്തിൽ അമോണിയ എന്ന വിഷവസ്തു രൂപപ്പെടുന്നത്. യൂറിയ നിർമ്മാണത്തിനുള്ള അവയവം ഏതാണ്? ഈ അമോണിയ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന പ്രക്രിയ എവിടെയാണ്? കരളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ യൂറിയ നിർമ്മാണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? കരളിൽ വെച്ച് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന് യൂറിയയായിട്ട് മാറുന്നു കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്നിട്ടാണ് അമോണിയ യൂറിയയായിട്ട് മാറുന്നത്. ഈ പ്രക്രിയയെ യൂറിയോ സൈക്കിൾ അല്ലെങ്കിൽ എന്താണ് യൂറിയ നിർമ്മാണം എന്ന് പറയുന്നു. അപ്പോൾ പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന വിഷവസ്തുവായ അമോണിയയെ കരളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഈ യൂറിയ സിന്തസിസ് കേട്ടോ. ഓക്കെ, അപ്പോ യൂറിയ അടക്കമുള്ള മാലിന്യങ്ങൾ അടങ്ങിയ മൂത്രത്തെ പുറന്തള്ളി വൃക്കകൾ വിസർജനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിലെ വിസർജനാവയവങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുണ്ട്. വൃക്കയുണ്ടല്ലേ, വൃക്ക. പിന്നെ കരള്, ത്വക്കിൽ കൂടെ നമ്മുടെ വിയർപ്പായിട്ട് പോകും അല്ലെ? ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോകും. അപ്പൊ ഇത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ തന്നേക്കാണ്. വൃക്കാധമനി, വൃക്കാസിര, പെൽവിസ്, മൂത്രവാഹി, മൂത്രാശയം, മൂത്രനാളി. അതുപോലെ തന്നെ നമ്മുടെ വൃക്കയിലെ കോശം, ബേസിക് ആയിട്ട് വരുന്ന കോശമാണ് ഈ നെഫ്രോൺ എന്ന് പറയുന്നത്. ആ നെഫ്രോണിന്റെ ഘടനയും ഇവിടെ തന്നിട്ടുണ്ട്. ഗ്ലോമറൂളസ്,
പിന്നെ എന്താണ് അഫറൻ വെസൽ, ഇഫറന്റ് വെസൽ, പിന്നെ വൃക്കാധമനി, വൃക്കാസിര, ശേഖരണ നാളി, കളക്ടിങ് ഡക്ട്, പിന്നെന്താ വൃക്കാനളിക. അപ്പൊ വൃക്കയും അനുബന്ധ ഭാഗങ്ങളും. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയറുവിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ വൃക്കകളിൽ കാണപ്പെടുന്നു. ഇവയാണ് എന്ത്? നെഫ്രോണുകൾ. നെഫ്രോണുകൾ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ്. ഓരോ വൃക്കയിലും ഏകദേശം 12 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ വൃക്കയും അനുബന്ധ ഭാഗങ്ങളും നമുക്ക് ഇവിടെ തന്നേക്കുവാണ്. വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനിയാണ് കേട്ടോ, റീനൽ ആർട്ടറിയാണ്. പിന്നെ വൃക്കകളിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കാസിരയാണ്, റീനൽ വെയിൻ. പിന്നെ വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ ഏതാണ്? നെഫ്രോൺസ് ആണ്, നെഫ്രോണുകളാണ്. പിന്നെ നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗം ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ്, ബോമാൻസ് ക്യാപ്സ്യൂൾ. പിന്നെ ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലെ സൂക്ഷ്മ ലോമികാജാലം ഏതാണ്? അഫറന്റ് ആർട്ടീരിയോൾ ആണ്, അഫറന്റ് ആർട്ടീരിയോൾ. പിന്നെ ലോമികാജാലത്തിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ എഫറന്റ് ആർട്ടിയോ ആണ്, എഫറന്റ് ആർട്ടിയോൾ. പിന്നെ ബോമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴല് വൃക്കാനളിക അഥവാ റീനൽ ട്യൂബ്യൂൾസ് ആണ്. പിന്നെ വൃക്കാനളികകൾ വന്നു ചേരുന്നതും മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നതുമായ ഭാഗം ശേഖരണ നാളി അഥവാ കളക്ടിങ് ഡക്ട് ആണ്. പിന്നെ മൂത്രവാഹിയുടെ ആരംഭ ഭാഗം ഏതാണ്? വൃക്കാനാളം അഥവാ റീനൽ പെൽവിസ് ആണ്. പിന്നെ മൂത്രം സഞ്ചിയിൽ എത്തിക്കുന്ന ഭാഗം മൂത്രവാഹി അഥവാ യൂറിറ്റർ എന്നതാണ്. അപ്പൊ മൂത്രം രൂപപ്പെടൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യൂറിൻ ഫോർമേഷൻ. അപ്പോ വൃക്കകളിലെ അതിസൂക്ഷ്മ അരിപ്പകളുടെ ഭാഗങ്ങളും ധർമ്മങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിയും. ഈ അരിപ്പകൾ എങ്ങനെയാണ് രക്തത്തെ അരിച്ച് മാലിന്യത്തെ പുറന്തള്ളുന്നത്? അപ്പൊ ആദ്യമായി ഉള്ള പ്രോസസ്സാണ് ഇതില്, ഈ ഫിൽട്രേഷനിൽ വരുന്നതാണ് ആദ്യത്തെ പ്രോസസ്സാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും കേട്ടോ, അൾട്രാ ഫിൽട്രേഷൻ. അപ്പോൾ എന്താണ് സൂക്ഷ്മ അരിക്കൽ അഥവാ അൾട്രാ ഫിൽട്രേഷനിൽ നടക്കുന്നത്? രക്തം ഗ്ലോമറൂലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. ഇതിന്റെ ഫലമായി ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം രൂപപ്പെടുന്നു. അഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിന്റെയും വ്യാസ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. ഓക്കെ. അപ്പോ ഗ്ലോമറുല ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയോൺസ്, വൈറ്റമിൻസ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? പുനരാകിരണം അഥവാ റീഅബ്സോർപ്ഷൻ. അപ്പൊ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് അവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നതാണ് ഈ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. എല്ലാം വേസ്റ്റ് ആയിട്ട് കളയാതെ അതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതെല്ലാം പിന്നെ അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെന്താണ് മൂന്നാമത്തെ? ശ്രവണം അല്ലെങ്കിൽ സെക്രീഷൻ. രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കാനളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. ഓക്കെ. അപ്പൊ ഈ ശേഖരണ നാളിയിൽ നിന്ന് പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്ന ദ്രാവകം ആണെന്ത്? ഈ മൂത്രം. അപ്പൊ മൂത്രത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ് നമ്മൾ വേസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരം കളയുന്നത്. വൃക്കകളുടെ ആരോഗ്യം. വൃക്കകളുടെ ആരോഗ്യത്തിന് വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ പുറന്തള്ളുന്നു. ദീർഘനേരം മൂത്രമൊഴിക്കാതിരിക്കുന്നത് മൂത്രപഥത്തിൽ കാണാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയും. ഇത് മൂത്രാശയത്തിന്റെ ആന്തരസ്ഥലത്തിൽ അണുബാധയുണ്ടാക്കുകയും ഗുരുതരമായ വൃക്കാരോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. മൂത്രപഥത്തിലെ അണുബാധ ഒഴിവാക്കാൻ മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതും യഥാസമയം മൂത്രമൊഴിക്കേണ്ടതും ആവശ്യമാണ്. മൂത്രപരിശോധനയിലൂടെ രോഗനിർണയം സാധ്യമാണ് അല്ലെ? പലതരം രോഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഗ്ലൂക്കോസ്, മൂത്രത്തിലെ
ഗ്ലൂക്കോസിന് നമുക്ക് അളവൊക്കെ നോക്കിയിട്ട് പ്രമേഹം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെന്താണ്, ആൽബുമിൻ ഉണ്ടെങ്കിൽ വൃക്കാരോഗം ഉണ്ടെന്ന് മനസ്സിലാവും. രക്തം അല്ലെ, മൂത്രത്തിൽ രക്തം ഉണ്ടെങ്കിൽ വൃക്കാരോഗം ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെന്താണ്, ബിലിറൂബിൻ നമ്മുടെ കരള് ഉൽപ്പാദിപ്പിക്കുന്ന. അപ്പൊ മഞ്ഞപ്പിത്തം കേട്ടോ, മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് മനസ്സിലാവും അത് ഉണ്ടെങ്കിൽ. പിന്നെന്താണ്, കാൽസ്യം ഓക്സലേറ്റ് തരികൾ, വൃക്കയിലെ കല്ലെന്ന് പറഞ്ഞാൽ ഈ കാൽസ്യം ഓക്സലേറ്റ് തരികളാണ്. അപ്പോൾ അതും വൃക്കയിലെ മൂത്രത്തിൽ കല്ല് അസുഖം അല്ലെ. പിന്നെന്താണ്, പഴുപ്പ് ഉണ്ടെങ്കിൽ മൂത്രപാതത്തിൽ അണുബാധ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം പരിശോധിക്കാന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഇവിടെ തന്നേക്കുവാണ്. വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് 2 ml മൂത്ര സാമ്പിൾ എടുക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് 2 ml ഗ്ലൂക്കോസ് ലൈനി എടുക്കുക. 2 ടെസ്റ്റ് ട്യൂബുകളിലേക്കും ഡ്രോപ്പർ ഉപയോഗിച്ച് 2 ml ബെനഡിക്റ്റ് റിയേജന്റ് ചേർക്കുക. 2 മിനിറ്റ് ചൂടാക്കുക. സാമ്പിളുകളുടെ നിറം മാറ്റം നിരീക്ഷിക്കുക. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് അനുസരിച്ച് സാമ്പിളിന്റെ നിറം നീലയിൽ നിന്നും പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്ന ക്രമത്തിൽ മാറുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ നിഗമനം? എന്താണ് നമ്മളിപ്പോ ഈ ചെയ്ത പരീക്ഷണത്തിലെ? അതായത് ഒരെണ്ണത്തിലെ മൂത്ര സാമ്പിളും ഒരെണ്ണത്തിലെ ഗ്ലൂക്കോസുമാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഗ്ലൂക്കോസിന്റെ അളവ് അനുസരിച്ച് സാമ്പിളിന്റെ നിറം നീലയിൽ നിന്നും പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്ന ക്രമത്തിൽ മാറുന്നു. നീല നിറം ഗ്ലൂക്കോസ് ഇല്ലാത്തതിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ആ മൂത്രത്തില് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഇതനുസരിച്ച് നിറം മാറും. അത്രയേ ഉള്ളൂ. അപ്പോ മൂത്രത്തിലെ അസാധാരണ ഘടകങ്ങൾ പരിശോധിച്ച് രോഗങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ വൃക്കയിലെ കല്ല്, നെഫ്രറ്റിസ് എന്ന് പറഞ്ഞാൽ നെഫ്രോൺ കോശങ്ങൾ നശിക്കുന്നതാണ് കേട്ടോ. പിന്നെ യുറീമിയ മുതലായവ വൃക്കയെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ്. അപ്പോ വൃക്കയിലെ കല്ല് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കാൽസ്യം ഓക്സലേറ്റ്, അതായത് ഇപ്പൊ തക്കാളിക്കകത്തൊക്കെ ഈ ഓക്സലേറ്റ് ഉണ്ട്, ഓക്സാലിക് ആസിഡ് അല്ലേ. അപ്പോ അതൊക്കെ കൂടുതൽ കഴിക്കുന്നവരാ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ വരും. എന്താണ്, വെള്ളം ഒന്നും കറക്റ്റ് സമയത്ത് ആവശ്യമുള്ള വെള്ളം കുടിക്കാത്തവരിലും ഒക്കെ വൃക്കയിലെ കല്ലുകൾ ഫോം ചെയ്യും. പിന്നെ എന്താണ്, കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അങ്ങനെയും വൃക്കയിലെ കല്ല് വരാം. അതേസമയം നെഫ്രറ്റിസ് എന്താണ്, നമ്മുടെ ഗ്ലോമറൂലസിന്റെ വീക്കമൊക്കെയാണ്, അണുബാധയൊക്കെ കാരണം ഉണ്ടാകുന്ന അസുഖമാണ്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ തകരാറ് മൂലമൊക്കെ ഇത് സംഭവിക്കാം. പിന്നെന്താണ്, നമ്മുടെ യുറീമിയ എന്താ അസുഖമാണ്? അതായത് നമ്മുടെ രക്തത്തില് വളരെ ഹൈ ലെവലില് യൂറിയ വേസ്റ്റ് പ്രോഡക്റ്റ് ആണല്ലോ, പക്ഷെ ഈ യൂറിയ നമ്മുടെ രക്തത്തിലൊക്കെ ഹൈ അളവിൽ കാണപ്പെടും യുറീമിയ എന്ന അവസ്ഥയില്. അപ്പൊ വൃക്ക കറക്റ്റ് അതിന്റെ വർക്ക് ചെയ്യുന്നില്ല, വൃക്ക തകരാറിലായോണ്ടാ എന്ന് നമുക്ക് മനസ്സിലാവാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ഹീമോഡയാലിസിസ് തന്നേക്കുവാണ്. എന്താണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്? കണ്ടോ, ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായാൽ രക്തത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രക്രിയ തടസ്സപ്പെടും. 24 അവേഴ്സും നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാ ഓർഗൻസും. അപ്പൊ തന്മൂലം വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കും. ഇത് ആന്തര സമസ്ഥിതിയെ തകരാറിലാക്കും. അപ്പൊ ഈ സന്ദർഭങ്ങളിൽ ജീവൻ രക്ഷിക്കാനാണ് ഈ ഹീമോഡയാലിസിസ് നടത്തുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ഡയാലിസിസ് നടത്തുന്നത്? നമ്മുടെ മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ ചേർത്ത ശേഷം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ഡയാലിസിസ് യൂണിറ്റിലേക്ക് രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രവത്തിലേക്ക് വ്യാപിക്കുന്നത്. അപ്പൊ ഈ ഡയാലിസിസ് യൂണിറ്റിനകത്ത് ഒരു ദ്രവം വെച്ചിട്ടുണ്ട് കേട്ടോ, ഡയാലിസിസ് ദ്രവം. അപ്പോ ഇതില് സാന്ദ്രത നമ്മുടെ രക്തത്തിനേക്കാൾ സാന്ദ്രത ഇതിന് കുറവായിരിക്കും. അപ്പൊ ഇതിലേക്ക് രക്തത്തിലുള്ള ഈ അഴുക്ക്, അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് മൊത്തം നമ്മുടെ ഈ ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, അത് തന്നെ. പക്ഷെ ആ ദ്രവത്തിലേക്ക്
ഈ രക്തത്തിലെ മാലിന്യങ്ങൾ ചെല്ലുമ്പോഴത്തേക്കിനും തന്നെ ആ സമയത്ത് തന്നെ ഈ ദ്രവത്തെ നീക്കം ചെയ്യുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉപയോഗിച്ച് ഡയാലിസിസ് ദ്രവം. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തില് ആന്റി ഹെപ്പാരിൻ ചേർത്ത് തിരികെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. ഈ ഹെപ്പാരിൻ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാല് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ ശുദ്ധീകരിച്ചു കഴിഞ്ഞിട്ട് ഈ രക്തത്തിലേക്ക് ആന്റി ഹെപ്പാരിൻ ചേർത്ത് തിരികെ ശരീരത്തിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോ വരണധാരിസ്ഥലം സെല്ലോഫെയിൻ ട്യൂബ് എന്നാണ് പറയുന്നത് ഇതിന്റെ കുഴലുകളെ കേട്ടോ. അതുവഴിയാണ് ഈ ദ്രവത്തിലേക്ക് വളരെ നേർത്ത ട്യൂബുകളാണ്, ഇതുവഴിയാണ് ഈ മാലിന്യങ്ങൾ രക്തത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നമ്മുടെ ഡയാലിസിസ് ദ്രവത്തിലേക്ക്. അപ്പോൾ അടുത്തതായിട്ട് ഈ കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൃക്ക മാറ്റി വെക്കലാണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ഇതിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയൊരു പ്രോസസ്സാണ്. കാരണം അതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഡോണറിനെ ഒക്കെ കിട്ടണം. അപ്പം കൂടുതലും രക്തബന്ധുക്കളിൽ നിന്നൊക്കെ ആണ് കൂടുതലായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ദാതാവ് അഥവാ ഡോണർ പൂർണ്ണ ആരോഗ്യവാനായ ഒരാളായിരിക്കണം ഈ കൊടുക്കുന്നയാള്. ഇപ്പൊ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും, അപകടത്തിൽ പെട്ടോ മറ്റോ മരണപ്പെട്ട ആളാ, അല്ലാതെയും കൊടുക്കാം. പിന്നെന്താണ് മുന്നൊരുക്കം. അപ്പൊ ഇപ്പൊ ആണെങ്കിൽ രക്തഗ്രൂപ്പ് മാച്ചിങ്, ടിഷ്യൂ മാച്ചിങ്, ക്രോസ് മാച്ചിങ് ഒക്കെ ചെയ്യും കേട്ടോ. മാക്സിമം ശരീരം റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും രക്തബന്ധുക്കളുടെ തന്നെ എടുക്കുന്നത്. പിന്നെന്താണ് ശസ്ത്രക്രിയ. ദാതാവിൽ നിന്നെടുത്ത വൃക്കയുടെ രക്തക്കുഴലുകളും മൂത്രവാഹിയും സ്വീകർത്താവിൻ്റെതുമായി യോജിപ്പിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രതിരോധത്തെ മന്ദീഭവിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. തുടർ പരിശോധന ആവശ്യമാണ്. അതാണ് കൂടുതലും ഈ മാച്ചിങ് ഒക്കെ ചെയ്ത് നോക്കുന്നത് അതിനു വേണ്ടിയാ. കാരണം നമ്മുടെ ശരീരം മറ്റൊരു ഫോറിൻ സാധനമായിട്ടാണ് ഇതിനെ കാണുന്നത്, വേറെ വൃക്കയെ കാണുന്നത്. അപ്പോ ഇതെന്ത് ചെയ്യും, നമ്മുടെ ശരീരം ഇതിനെ റിജക്ട് ചെയ്യാൻ നോക്കും മാക്സിമം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധത്തെ മന്ദീഭവിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായി വരുന്നു. അപ്പോൾ പ്രതിരോധത്തെ മന്ദീഭവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ സമയത്ത് നമുക്ക് അല്ലാത്ത അസുഖങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല കെയർ വേണ്ടി വരും ഈ സർജറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പോ ഓരോ ജീവിയിലും ജീവപ്രവർത്തനം അനുസരിച്ച് വിസർജ്യ വസ്തുവില് വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ ജീവികളിലും മനുഷ്യരിൽ ഉള്ള പോലെ വൃക്കയാണോ? അല്ല, അല്ലേ? അപ്പോ അമീബയില് എന്താണ്? അമീബയില് കോൺട്രാക്ടൈൽ വാക്യൂൾ എന്ന് പറയും, അല്ലെങ്കിൽ സങ്കോച ഫേനം. കോൺട്രാക്ടൈൽ വാക്യൂൾ എന്ന് പറയുന്നതാണ് വിസർജനാവയം. അതേസമയം മണ്ണിരയിലാണെങ്കിലോ, മണ്ണിരയുടെ വിസർജന വസ്തു എന്ന് പറഞ്ഞാല് യൂറിയയാണ്. അത് സഹായിക്കുന്നത് എന്താണ്? നെഫ്രീഡിയ എന്ന് പറയുന്ന ട്യൂബ്യൂൾസ് ആണ് നെഫ്രീഡിയ. അമീബയിൽ അമോണിയാണ് കേട്ടോ പുറന്തള്ളുന്നത് വേസ്റ്റ് ആയിട്ട്. അതേസമയം ഷഡ്പദങ്ങളിൽ എന്താണ്? യൂറിക് ആസിഡ് ആണ്. അതില് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് കേട്ടോ ഷഡ്പദങ്ങളിൽ അഥവാ ഇൻസെക്റ്റുകളിൽ. മത്സ്യത്തിലോ അമോണിയ ആയിട്ട് തന്നെയാണ് പോകുന്നത്, അമോണിയ. അപ്പോ അതിന്റെ വിസർജന അവയവം ഏതാണ്? ചെകിളപ്പൂക്കള് അല്ലെങ്കിൽ വൃക്കകള്. പിന്നെന്താണ്? ഉരകങ്ങള്, റെപ്റ്റൈൽസിൽ എന്താണ്? യൂറിക് ആസിഡ് ആണ്. വൃക്കകള് ആണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ പല്ലിയുടെ ഒക്കെ കണ്ടില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഈ കിളികള്, പക്ഷികളുടെ ഒക്കെ കാഷ്ടം കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് ഈ കറുത്തിരിക്കുന്നതും പിന്നെന്താണ് ആ വൈറ്റ് ഒരു ഡോട്ട് പോലെയും കാണാം. അതായത് അതിന്റെ മൂത്രവും അതിന്റെ ഷിറ്റും രണ്ടും കൂടെ ഒരുമിച്ചാണ് ഈ വരുന്നത്. അപ്പോൾ പക്ഷികളിലും യൂറിക് ആസിഡ് തന്നെയാണ് കേട്ടോ. വൃക്കകളാണ് അവിടെ എന്താണ് ഈ വിസർജനാവയവമായിട്ട് വർക്ക് ചെയ്യുന്നത്. ജന്തുക്കൾക്ക് വിസർജനത്തിന് വിപുലമായ സംവിധാനമുണ്ട്. എന്നാൽ സസ്യങ്ങൾക്ക് ജന്തുക്കളിൽ ഉള്ളതുപോലെ പ്രത്യേക വിസർജന വ്യവസ്ഥയില്ല. അപ്പോൾ സസ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പുറന്തള്ളുന്നത് എന്നുള്ളത് നമ്മൾ സ്റ്റൊമാറ്റയുടെയും ലെന്റിസെല്ലിന്റെയും കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. കട്ടിയുള്ള കോശഭാഗത്തുള്ള സുഷിരങ്ങളാണ് ലെന്റിസെല്ല്. അതേസമയം സ്റ്റൊമാറ്റ നമ്മുടെ പച്ച അല്ലെ കാണ്ഡത്തിലോ അല്ലെങ്കിൽ ഇലകളിലെ താഴെയോ ഒക്കെയുള്ള സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ. അപ്പോൾ ജലവും ലവണങ്ങളും ഒക്കെ നമ്മുടെ ഹൈഡത്തോട് എന്ന് പറയുന്ന സുഷിരങ്ങളിൽ കൂടെ
പുറന്തള്ളും. അതേസമയം ഖരമാലിന്യങ്ങള് നമ്മള് ഈ മരങ്ങളിലും ചെടികളിലും ഒക്കെ കണ്ടില്ലേ, ഈ കറ പോലെ ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ നല്ല എന്താണ് കുന്തിരിക്കം ഒക്കെ അല്ലേ, അതേ കണക്ക് ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ വന്നിരിക്കും. റെസിൻ എന്നാ അതിന് പറയുന്നത്. പുറംതൊലി, പഴുത്ത ഇലകളും കായ്കളും കൊഴിച്ച് കളയുക. പിന്നെ കാതല്, തടിയുടെ വെളിയിലുള്ള ഭാഗം കട്ടി കൂടി ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഖരമാലിന്യങ്ങള് ചെടികളെ പുറന്തള്ളുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഹോമിയോസ്റ്റാസിസ് അഥവാ ആന്തര സമസ്ഥിതി പരിപാലനം? എന്താണ്? ജീവന്റെ അടയാളമാണ് സമസ്ഥിതി പരിപാലനം. കരൾ, വൃക്ക, ശ്വാസകോശം, ത്വക്ക് എന്നിവ വിസർജന പ്രക്രിയയിൽ എപ്രകാരം പങ്കെടുക്കുമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പൊ ഇതെല്ലാം തന്നെ ഈ സമസ്ഥിതി പാലനത്തിനുള്ള മാർഗം കൂടിയാണ്. അപ്പോൾ കരള് മെറ്റാബോളിസത്തെ നിയന്ത്രിക്കുന്നു, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. അതേസമയം ത്വക്ക് നമ്മുടെ താപനില, ജലലവണ ക്രമീകരണം. കിഡ്നികൾ എന്താണ് ചെയ്യുന്നത്? വൃക്കകള് ജലലവണ സന്തുലനം, രക്തസമ്മർദ്ദ ക്രമീകരണം, pH ക്രമീകരണം, മാലിന്യങ്ങളെ പുറന്തള്ളുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ കിഡ്നികൾ, വൃക്കകളാണ്. അതേസമയം നമ്മുടെ ലങ്സ് എന്താണ് ചെയ്യുന്നത്? ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു, ഓക്സിജൻ തോത് ക്രമീകരിക്കുന്നു. പിന്നെ എന്താണ്? pH ക്രമീകരണം. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ, ടിഷ്യൂ ദ്രവത്തിന്റെ കാര്യം അല്ലേ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ് ടിഷ്യൂ ദ്രവം. അപ്പോൾ ടിഷ്യൂ ദ്രവത്തിന്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് കോശങ്ങളിൽ എൻസൈമുകൾക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച അവസ്ഥ നൽകുന്നു ഈ സമസ്ഥിതി പാലനത്തില്. അപ്പൊ രക്തത്തിൽ നിന്ന് പ്രവേശിക്കുന്നതാണ് ഈ ടിഷ്യൂ ദ്രവം. രക്തത്തിലെ ദ്രവ്യഭാഗം കോശത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ടിഷ്യൂ ദ്രവം അല്ലെ. അപ്പോൾ ആന്തര പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഏതൊരു വ്യതിയാനവും സമസ്ഥിതിയെ തകിടം മറിക്കുന്നു. നമ്മുടെ തെറ്റായ ജീവിതശൈലി അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. സമസ്ഥിതിയെ ബാധിക്കുന്ന ഘടകങ്ങൾ സംബന്ധിച്ച സൂചനകൾ താഴെ തന്നിരിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ്? തെറ്റായ ആഹാരശീലങ്ങള്, അമിത പോഷണം, ഒരുപാട് പോഷണം എടുത്താലും വിഷയം അല്ലെ. ന്യൂന പോഷണം, അതായത് പോഷണം ഒട്ടും ഇല്ലാത്ത അവസ്ഥ, ഡെഫിഷ്യൻസി. പിന്നെന്താണ്? വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം, മദ്യപാനം, പുകവലി, മയക്കുമരുന്നിന്റെ ഉപയോഗം, മലിനീകരണം, ശുചിത്വമില്ലായ്മ, രോഗാണുക്കളുടെ ആധിക്യം, മരുന്നിന്റെ തെറ്റായ ഉപയോഗം, വിഷവസ്തുവായുള്ള സമ്പർക്കം. ഇതെല്ലാം തന്നെ നമ്മുടെ ആന്തര പരിസ്ഥിതിയെ ബാധിക്കുന്നു അല്ലെ. നമ്മുടെ ആന്തര പരിസ്ഥിതി പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ബാഹ്യ പരിസ്ഥിതി. അപ്പൊ ഇവിടെ ഒരു ചിത്രമൊക്കെ ഇങ്ങനെ തന്നേക്കുവാണ് അല്ലെ, ഈ മൊത്തം മലിനീകരണപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അപ്പം അവിടെ കൂടെ പോയാൽ തന്നെ നമുക്ക് എന്തൊക്കെ അസുഖം വരും? നമ്മുടെ ശ്വാസകോശത്തിന് കേടാണ്, ഒരുപാട് വിഷവാതകങ്ങളൊക്കെ അവിടെ പോകുന്നുണ്ട്. പിന്നെ വേസ്റ്റ് അല്ലെ, ഒരുപാട് രോഗങ്ങൾ വരാനുള്ള ഇതുണ്ട് അല്ലെ, സാധ്യതയുണ്ട്. പിന്നെ മാലിന്യം കുന്നുകൂടുന്നത് രോഗാണുക്കൾ പെരുകാനും ദുർഗന്ധം വമിക്കാനും ഇടയാക്കുന്നു. അത് മാത്രമാണോ? വായു, ജലം, മണ്ണ് ഇവയെല്ലാം തന്നെ മലിനമാക്കുകയും അസുഖങ്ങൾ പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വൃക്ഷങ്ങളില്ല അല്ലെ, ഉണങ്ങി നിൽക്കുക. അപ്പം വ്യവസായശാലകളിൽ നിന്നുള്ള പുകയും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. വൃക്ഷങ്ങളും ഇല്ല. അപ്പോൾ വായു മലിനീകരണം സംഭവിക്കുന്നുണ്ട്, ജലമലിനീകരണം സംഭവിക്കുന്നുണ്ട്, മണ്ണ് മലിനീകരണമുണ്ട്, രോഗങ്ങളുടെ വ്യാപനം അല്ലെ. ആ പ്രദേശത്തിന്റെ ഭംഗി കൂടെ നശിച്ചു പോവുകയാണ്. അങ്ങനെ ദോഷകരമായ ഒരു അവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാലിന്യ സംസ്കരണം അല്ലെ. മാലിന്യം ശരിയായ രീതിയിൽ തരംതിരിച്ച് സംസ്കരിക്കുക. അതായത് ജൈവ മാലിന്യം കമ്പോസ്റ്റ് ആക്കുകയും അജൈവ മാലിന്യം പുനരുപയോഗത്തിനായിട്ട് നൽകുകയും ചെയ്യുക. പിന്നെ എന്താണ്? പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ പറ്റും അല്ലെ. പ്ലാസ്റ്റിക് കവർ, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിനും ഒക്കെ പകരം തുണിസഞ്ചിയും അങ്ങനത്തെ പേപ്പർ കവറും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വൃക്ഷങ്ങൾ നടുക. കൂടുതൽ മരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വായുവിനെ ശുദ്ധീകരിക്കാനും മണ്ണൊലിപ്പ് തടയാനും സഹായിക്കും. പിന്നെന്താണ്? ജലസ്രോതസ്സിനെ സംരക്ഷിക്കുക. ജലസ്രോതസ്സിലെ മാലിന്യം തള്ളുന്നത് ഒഴിവാക്കി അവ ശുചിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം. പിന്നെന്താണ്? പൊതുജന പങ്കാളിത്തം വേണം. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളെ പങ്കാളികളാക്കുകയും അവബോധം വളർത്തുകയും ചെയ്യുക. അപ്പോൾ ഹരിതകർമ്മ സേന പോലെയുള്ള കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ. വേസ്റ്റ് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുക അവരെ. പിന്നെന്താണ്? നിയമങ്ങൾ കർശനമാക്കുക. മാലിന്യ നിർമ്മാർജ്ജന നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും നിയമലംഘകർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യുക. ഇപ്പോ നമുക്ക് ഈ മാലിന്യം കവർ കെട്ടി റോഡിലൊക്കെ കളയുന്നവരുടെ ഫോട്ടോ എടുത്ത് കൊടുത്താൽ നമുക്ക് പാരിതോഷികം കിട്ടും അല്ലെ.
2500 രൂപ. അതെ, അത് ഈയിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരെണ്ണത്തിൽ. എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാനിലായിരുന്നു തോന്നുന്നു. 2500 രൂപ. പിന്നെ എന്താണ്, മാക്സിമം എത്ര വരെ ലഭിക്കും? 5000 അല്ലേ? അതെ സർ. അപ്പോ പുനരുപയോഗം, നമ്മുടെ പഴയ വസ്തുക്കള് വലിച്ചെറിയുന്നതിന് പകരം പുനരുപയോഗിക്കാനുള്ള വഴികൾ അല്ലേ? ഓരോ ഹാൻഡിക്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ചെയ്തും വേണേ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ ഇതായിരുന്നു നമ്മുടെ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ എക്സ്ക്രീഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. സർ. എവിടെ പോയേക്കുമല്ലായിരുന്നോ? എല്ലാം റെഡി ആയോ?